ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഡേ മൈ ലൈഫ് എടുക്കാനൊക്കെ വിചാരിക്കണ്ട. എന്താവുന്നൊന്നും അറിയില്ല. നമ്മുടെ പാപ്പി ഉറങ്ങി എണിച്ചിട്ട് ഇവിടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പനിയില്ല, നല്ല ക്ഷീണമുണ്ട്. പാപ്പിക്കുള്ള പൊടിയരിക്കഞ്ഞി അതവിടെ വേഗം വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ ഭക്ഷണം പറഞ്ഞാൽ ആർക്കും വേണ്ട. വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് പാപ്പിൻ്റെ പൊടിയരിക്കഞ്ഞിയാണ്. അത് കഴിക്കണുള്ളൂ, വേറെ ഒന്നും കഴിക്കണില്ല. അത് എങ്ങനെയെങ്കിലും 2-3 വായി ഇങ്ങനെ അതിൽ സ്പൂണും വെച്ച് കൊടുക്കാമെന്നല്ലാതെ അവളുടെ നല്ല ക്ഷീണമുണ്ട്. അതേപോലെ തന്നെ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്ന് വെച്ചാൽ എനിക്കും പനി വന്നതാണ്. ഭക്ഷണം കഴിക്കണം ഭയങ്കര ആക്രാന്തമുണ്ട്. പക്ഷെ അത് എടുത്തിട്ട് കഴിക്കാൻ മുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അതൊക്കെയാണ്. കണ്ടോ എൻ്റെ മകളുടെ മുഖം കണ്ടോ? ക്ഷീണം കൊണ്ട് ആള് ഭയങ്കര ക്ഷീണമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ക്ഷീണമാണ് ആൾക്ക്. അപ്പോൾ ഇന്ന് അച്ഛൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. കുറേ ദിവസമല്ലേ പണിയില്ലാതെ പണി പോവാതെ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് അരിയിട്ടതുകൊണ്ട് കുക്കറിൽ വിസിൽ വരാനും കഷ്ടമായിരിക്കണം. അതാ അപ്പോൾ ഒരു 4-5 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പതുക്കെ എടുത്ത് പല്ലൊക്കെ തേപ്പിച്ച് മെല്ലെ കഞ്ഞി കൊടുത്ത് നോക്കട്ടെ. മരുന്ന് കഴിക്കണതല്ലേ, അപ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കഞ്ഞിയും കഴിക്കുകയാണെങ്കിൽ ക്ഷീണം അറിയില്ല, പക്ഷെ കഞ്ഞി കഴിക്കുന്നില്ലല്ലോ, അതാണ് ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ പല്ലൊക്കെ തേപ്പിച്ച് ഇതാക്കട്ടെ. ഭയങ്കര സങ്കടം തോന്നും ഇങ്ങനെ ഇരിക്കണം കാണുമ്പോൾ. രോഷി സ്കൂളിൽ പോയി, എന്തോ രോഷിക്ക് വന്നില്ല, അതന്നെ വലിയ ഭാഗ്യം. ഞങ്ങൾക്ക് 2 പേർക്കാണ് വന്നത്. പാട്ടൊക്കെ പാടാൻ നോക്കുന്നുണ്ട്. ഇനി എങ്ങനെയെങ്കിലും കഞ്ഞി കോരി കൊടുക്കാൻ നോക്കട്ടെ. കുറേ തുണി അലക്കാനുണ്ട്. ഇന്ന് വെയിലും ഇപ്പോൾ നല്ലോണം ഉണ്ട് തോന്നണു. വയ്യ, പണി ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പോയിട്ട് കുറച്ച് ഇത് ചെയ്യുമ്പോഴേക്കും എനിക്ക് തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. എന്താണ് അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെയല്ലേ അവൾക്കും ഉണ്ടാവുക. ക്ഷീണം എല്ലാവർക്കും ഒരേപോലെ തന്നെയല്ലേ ഉണ്ടാവുക. അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഞ്ഞി കുടിക്കുമ്പോൾ കാണാം. എന്ത് വേണോ? കാക്ക വേണോ? കാക്ക വേണോ? എന്തൊക്കെയാ പറയാനൊക്കെ നോക്കുന്നുണ്ട്. സുന്ദരിയാണ് നമ്മുടെ. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ആവി പിടിക്കട്ടെ പറഞ്ഞ് പോയതാണ്. അപ്പോഴാണ് നമ്മുടെ പാപ്പി അവിടെ ഇരുന്നിട്ട് തുമ്പലും ചുമയും ഒക്കെ ആയി. അപ്പോൾ അവളെ ആദ്യം ആവി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും അപ്പോൾ അങ്ങനെ അത് ആവി പിടിക്കുന്നതൊക്കെ അച്ഛൻ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും കുറച്ച് നേരം ആവിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും ആവി പിടിക്കണത്. ഭയങ്കര ചുമയും ജലദോഷവും ഇതിൻ്റെയൊക്കെ ഒരു കഫത്തിൻ്റെ ഭയങ്കര അസ്വസ്ഥത തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവി പിടിക്കുന്നത് അത്രയും നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ വീട് മൊത്തം ഭയങ്കര ശാന്തതയും എന്താ പറയുക, ഒരു ഉഷാറില്ലായ്മ ആണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യണത്. നമ്മുടെ പാപ്പിക്ക് വയ്യാതായപ്പോഴാണ് ഒരുപാടും ഇതായത്. പിന്നെ കഞ്ഞി കോരി കൊടുക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ടാസ്ക്കായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു കഞ്ഞി വാരി കൊടുക്കണത്. എത്ര തന്നെ നിർബന്ധിച്ചിട്ടും കഞ്ഞി കുടിക്കാൻ വഴിയില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നീ ഒന്നും അവൾക്ക് കഞ്ഞി കൊടുക്കണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ അത് കഞ്ഞി കൊടുക്കാതിരുന്ന അവൾക്ക് ക്ഷീണം മാറില്ല, അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി വഴക്കിട്ടത്. കഞ്ഞി കൊടുക്കണ്ട എന്ന് പറയാം, ഞാൻ കഞ്ഞി കൊടുക്കണം എന്ന് പറയാം. ആളാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഇവിടെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അച്ഛനും മകളും കഞ്ഞി കുടിച്ചാലും ശരി കഴിച്ചാലും ശരി എന്ന് പറഞ്ഞിട്ട്. പാപ്പി ചായ വന്നു, ചായ കുടിക്കുക. പാപ്പി ചായ കുടിക്കുക. ചായ ചായ മാത്രമേ ഇപ്പോൾ കുടിക്കണുള്ളൂ അല്ലേ? പാപ്പി പാപ്പി എനിക്ക് ചായ കുടിക്കാം. എനിക്ക് അമ്മയും ഉണ്ണിയും കൂടി ചായ കുടിക്കാം. വാ വാ ഏച്ച് ഓ ഓ അപ്പോൾ ഞങ്ങൾക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്, കാണും പോലെയൊന്നുമല്ല. ഞങ്ങൾ ഒറ്റയ്ക്കൊക്കെ കയ്യിലൊക്കെ പിടിച്ചിട്ട് എണിച്ചൊക്കെ ഇരിക്കും ഞങ്ങൾ. എന്നിട്ട് ചായയൊക്കെ കുടിക്കും അല്ലേ?
സുന്ദരിയാണ്. സുന്ദരിനെ ചെയറിലിരുത്തി ചായ കുടിക്കാൻ. അതെന്താ ചിരി? ചായ പാൻറ്റൊക്കെ ലൂസായി. 2 ദിവസം കൊണ്ട് പാൻറ്റൊക്കെ ലൂസായി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ പാൻറ്റൊക്കെ താഴത്തേക്ക് പോയി അതൊക്കെ കയറ്റി ഇതായിട്ടേ ഇരിക്കുള്ളൂ. മെലിഞ്ഞു അല്ലേ? പാൻറ്റ് കയറ്റുകയാണ് ഞങ്ങൾ. കണ്ട എല്ലാവരും? നിങ്ങൾ ആരെങ്കിലുമൊക്കെ പാൻറ്റ് കയറ്റുമോ? അങ്ങനെ ഞെരിക്കും കൂടി കയറ്റി പാപ്പി പാൻറ്റ്. അതാ ഇപ്പുറത്തെ സൈഡും അതാ കണ്ട. ഞങ്ങൾ പാൻറ്റൊക്കെ കയറ്റി ഗുഡ് ഗേളാണ്, നല്ല കുട്ടിയാണ്. അല്ല അവളിങ്ങനെ മെലിഞ്ഞോ. അപ്പോൾ വന്നിട്ട് ഇടിപ്പിന്ന് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് പാൻറ്റ് ചെറുതായി താഴത്തേക്ക് ഇറങ്ങി പോകുമല്ലോ. അപ്പോൾ അതിന് വലിച്ച് മേലേക്ക് അങ്ങോട്ട് കയറ്റുകയാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ ഇനി ചായയൊക്കെ കൊടുത്ത് നോക്കട്ടെ. എന്തായാലും പാപ്പിക്ക് അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി കൊണ്ടിരുന്ന് ചായയൊക്കെ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാപ്പിൻ്റെ ചായ ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടി ഇതവിടെ ചായയൊക്കെ നോക്കിയിട്ടിരിക്കണ്ട്. ഇപ്പം കൊണ്ടുവരും ചായ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കണത്. ചായയെങ്കിലും കുടിച്ചാൽ സമാധാനമല്ലേ, അതെങ്കിലും വയറ്റിൻ്റെ ഉള്ളിൽ പോകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചായ വെച്ചത്. പിന്നെന്താണ് ഇവിടെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അന്നേക്ക്. ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം. പനി വന്ന പാപ്പിക്കുട്ടിൻ്റെ വിശേഷം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആറട്ടെ ചൂടുണ്ട് ചായ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ചായ ചൂടുണ്ട്, ആറട്ടെ പറയാണ് പാപ്പി. ആറട്ടെ. ഗുഡ് ഗേളാണ് പാപ്പി, നല്ല കുട്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണു. അപ്പോൾ എന്തായാലും പാപ്പി വേഗം തന്നെ അച്ഛാ ഒന്ന് നേരെ സംസാരിച്ച് ചിരിച്ചിട്ട് 2-3 ദിവസങ്ങളൊക്കെ ആയി. ഒന്ന് സൗണ്ട് വെളിയിൽ വരുന്നത് ഒക്കെ 2-3 ദിവസമായി ശരിക്കും പറഞ്ഞാൽ കുട്ടി ആയിട്ട്. പനി വിട്ടു അത് സത്യമായിട്ടും പനിയില്ല, പക്ഷെ ഭയങ്കര ക്ഷീണം, ഒരു സാധനം കഴിക്കണില്ല. അച്ഛാ ഇതൊക്കെയാണ് വിശേഷം. ഓക്കെ, ടാറ്റ, ബൈ, സി യു.